ലോകത്ത് ഏറ്റവും കൂടുതൽ വിദേശ വരുമാനം നേടുന്ന രാജ്യങ്ങളിൽ മുൻപന്തിയിലാണ് ഇന്ത്യ. അതിൽ തന്നെ ആ സാമ്പത്തിക അടിത്തറയിൽ വളരെയേറെ മുന്നോട്ടു പോയ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. പ്രവാസികളുടെ അവകാശങ്ങൾ ആരുടെയും ഔദാര്യമല്ലെന്ന് പ്രഖ്യാപിക്കുകയും അവർക്ക് വേണ്ട നല്ല നയങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം. അതിനു കാരണം അതിനുവേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വിദഗ്ധർ ഇവിടെ ഉള്ളതുകൊണ്ടാണ്. അക്കൂട്ടത്തിൽ ഏറ്റവും മുൻപന്തിയിലാണ് ഡോക്ടർ KN ഹരിലാലിൻ്റെ നാമം. പ്രവാസം ഏറ്റവും വെല്ലുവിളികൾ നേരിടുന്ന ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വളരെ പ്രസക്തിയുണ്ട്. പ്രവാസ ലോകത്തിൻ്റെ ഇന്നത്തെ അതിഥിയാണ് അദ്ദേഹം. സ്വാഗതം. ഡോക്ടർ ഹരിലാൽ പ്രവാസികളുടെ ജീവിതത്തിൽ അപൂർവമായിട്ടുള്ള സംഭാവനകൾ നൽകിയ മലയാളികളിൽ ഏറ്റവും പ്രമുഖനായ വ്യക്തിയാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് എന്ന് എത്ര പേർക്കറിയുമെന്ന് അറിയില്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന ലോക കേരള സഭ എന്ന ഒരു തത്വസംഹിത അല്ലെങ്കിൽ ഒരു ആശയമാണ്. ആശയത്തിൻ്റെ പേര് പോലും നൽകുന്നത്, ലോക കേരള സഭ എന്ന പേര് നൽകുന്നത് ഹരിലാലാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ മഹത്തായ ആശയമാണ് അതുവരെ കേരളം നിഷേധിച്ചിരുന്ന പ്രവാസി സമൂഹത്തെ കേരളത്തിൻ്റെ ഭരണ സംവിധാനത്തോട് ചേർത്ത് പിടിക്കാൻ പിണറായി ഗവൺമെൻറ്റിന് സഹായകമായത്. അതുവരെ നിലനിന്നിരുന്ന ഫ്യൂഡലിസത്തിൻ്റെയും അതുപോലെ തന്നെ കേരളീയ സമൂഹത്തിൽ വളരെ പ്രകടമായിട്ട് നമ്മളിപ്പോഴും കാണുന്ന പ്രവാസി വിരുദ്ധ മനോഭാവത്തിൻ്റെ തടക്കൽ കത്തിവെക്കുന്ന ഏറ്റവും വലിയ ആശയമാണ് ലോക കേരള സഭ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ആശയം നമ്മളുടെ മാധ്യമങ്ങൾക്കോ ഇവിടുത്തെ ആധുനികതർക്കോ ഒന്നും മനസ്സിലായില്ല എന്നുള്ളതാണ്. നമ്മൾ കണ്ട ഏറ്റവും കൂടുതൽ പ്രവാസത്തെക്കുറിച്ച് പഠിച്ച അപൂർവം വ്യക്തികളിൽ ഒരാളാണ് ശ്രീ പിണറായി വിജയൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തെ സഹായിക്കാൻ വന്ന പുത്തൻ ആശയവുമായി സഹായിക്കാൻ വന്ന ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള അക്കാഡമിഷ്യനാണ് ഡോക്ടർ ഹരിലാൽ. ഹരിലാലിൻ്റെ മറ്റ് വലിയ വലിയ കുടുംബ ബന്ധങ്ങളൊന്നും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഹരിലാൽ ഹിംസെൽഫ് തന്നെ അദ്ദേഹം ഒരു വലിയ ദൗത്യം കേരളീയ സമൂഹത്തിന് മുന്നിൽ മുന്നോട്ട് വെച്ച ആളാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്തരം ആശയം എവിടെ നിന്നാണ് അങ്ങയിലേക്ക് എത്തുന്നത്? യഥാർത്ഥത്തിൽ ഈ ആഗോളാടിസ്ഥാനത്തിൽ അങ്ങനെയൊക്കെ അറിയാവുന്നതുപോലെ ഈ പ്രവാസം കേരളത്തിൽ നിന്ന് മാത്രമല്ല, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പ്രവാസം കൂടി വരികയാണ്. അപ്പോൾ പ്രവാസികളുടെ പ്രശ്നം ലോകവേദിയിൽ തന്നെ പല സ്ഥലങ്ങളിലും പല രീതിയിൽ പഠിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ നടക്കുന്ന പഠനങ്ങളിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രവാസികളുടെ പ്രാതിനിധ്യമാണ്, പ്രവാസികളുടെ പൗരത്വത്തിൻ്റെ പ്രശ്നമാണ്. പ്രവാസികൾ അവരുടെ സ്വന്തം രാജ്യം വിട്ടു പോകുമ്പം അവർക്ക് സ്വന്തം രാജ്യത്തെ പൗരന്മാരെന്നുള്ള അവകാശം ഏതാണ്ട് നിഷേധിക്കപ്പെടുകയാണ്. അതുപോലെ തന്നെ അവർ എത്തിപ്പെടുന്ന രാജ്യങ്ങളിൽ അവർക്ക് പൗരാവകാശങ്ങളില്ല. ആ നാട്ടിൽ അവിടുത്തെ പൗരന്മാരോട് ഒപ്പം നിന്ന് ഒരു കാര്യവും ചോദിക്കുന്നതിന്, സംഘടിക്കുന്നതിന്, അവരവരുടെ അവകാശങ്ങൾ ചോദിച്ച് വാങ്ങിക്കുന്നതിനൊന്നും ഉള്ള പ്രാതിനിധ്യ അവകാശം, പൗരാവകാശങ്ങൾ, തുല്യാവകാശങ്ങളില്ല. അപ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും സ്വന്തം നാട്ടിലും ചെല്ലുന്ന സ്ഥലത്തും തുല്യാവകാശങ്ങളില്ലാത്ത രണ്ടാംകിട പൗരന്മാരായിട്ട് പ്രവാസികൾ മാറുകയും പ്രവാസികൾ പല രീതിയിൽ ചൂഷണം ചെയ്യപ്പെടുകയും ആ ചൂഷണത്തെ അതിനെതിരായിട്ട് ശബ്ദമുയർത്താൻ കഴിയാത്ത നില വരികയും ചെയ്യും. അത് ലോകം തിരിച്ചറിയുന്ന ഒരു കാര്യമാണ്. പല സ്ഥലങ്ങളിലും ഇത് സംബന്ധിച്ച പഠനങ്ങൾ നടക്കുന്നു. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ പ്രശ്നം ഏറ്റവും ഗൗരവമായ തലത്തിൽ അനുഭവപ്പെടുന്നത് കേരളത്തിലാണ്. കാരണം ലോകത്ത് തന്നെ പ്രവാസം കൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹമാണ് കേരളം. ഏറ്റവും കൂടുതൽ പ്രവാസ സാന്ദ്രതയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങളെ വളരെ ഗൗരവപൂർവ്വം കാണേണ്ട, പഠിക്കേണ്ട ഒരു സ്ഥലമാണ് കേരളം. കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിൻ്റെ ആഭ്യന്തര വരുമാനത്തിൻ്റെ ഒരു ഏറ്റവും ചെറിയ കണക്കിൽ 25-30% പുറത്തുനിന്ന് വരുന്നതാണ്.
അതുപോലെ ഇത്രയധികം ആൾക്കാർ, നമ്മുടെ ക്രീം ഓഫ് അവർ യൂത്ത് അവർ പുറത്താണ്. അപ്പോൾ അതിനെക്കുറിച്ച് നടന്ന പല ചർച്ചകളിൽ പിന്നെ പല ഭാഗത്തു നിന്ന് ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒരാശയം കുറച്ചുകൂടെ കോൺക്രീറ്റായിട്ട് 1-2 സ്ഥലത്ത് ഗൾഫിൽ പിന്നെ നമ്മുടെ സംഘടനകളൊക്കെ ഇൻവൈറ്റ് ചെയ്ത സ്ഥലങ്ങളിൽ ഇത് പ്രസംഗിച്ചു, എഴുതി. ബോംബെയിലെ നമ്മുടെ പ്രവാസികളുടെ സംഘടനയുടെ പിന്നെ യോഗങ്ങളിൽ ഇത് പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഈ അക്കാഡമിക് തലത്തിൽ ചില ആശയങ്ങൾ വരുന്നു എന്നുള്ളതല്ലാതെ അതിനെ പോളിസി ആക്കണമെങ്കിൽ അതിന് വലിയ രാഷ്ട്രീയ ഇച്ഛാശക്തി നേതൃത്വം വേണം. അങ്ങ് സൂചിപ്പിച്ചതുപോലെ ശ്രീ പിണറായി വിജയനെ പോലെയുള്ളൊരു വലിയ നേതാവിൻ്റെ മുമ്പിൽ ഈ ആശയം ഒന്ന് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. അതിൻ്റെ വലിയ മെസ്സേജ് അദ്ദേഹം മനസ്സിലാക്കി. പിന്നീട് അദ്ദേഹം അത് ഏറ്റെടുത്ത് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയാണ് ചെയ്തത്. സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ പ്ലാൻ കമ്മിറ്റിയിൽ നമ്മുടെ വിദേശത്തു നിന്നുള്ള പിന്നെ പ്രവാസി സുഹൃത്തുക്കളെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ആസൂത്രണ സമിതി ഉണ്ടാക്കി അവരുടെ എല്ലാ നിർദ്ദേശങ്ങൾ വെച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ അതിൻ്റെ വിശദാംശങ്ങൾ മുമ്പോട്ട് വന്നു. ആ വിശദാംശങ്ങൾ യഥാർത്ഥത്തിൽ പിന്നെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അതിലിടപെട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളിൽ സാധാരണ ഇല്ലാത്ത രീതിയിൽ വലിയ താല്പര്യമെടുത്ത് വിശദാംശങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതിൽ മുഖ്യമന്ത്രി പ്രധാനപ്പെട്ടൊരു പങ്ക് വഹിച്ചു. അങ്ങനെയാണിത് അതിനൊരു മൂർത്തഭാവം ഉണ്ടാവുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് ഒരു കാലത്ത് ധാരാളം തൊഴിലാളികൾ ഇവിടെ വന്ന് ജോലി ചെയ്യും. അപ്പോൾ തമിഴ്നാട്ടുകാരെ ഒരു കൾച്ചറലായിട്ട് അവരെ മോശപ്പെടുത്തുന്ന രീതിയിൽ പാണ്ടികൾ, അവർക്ക് വൃത്തിയില്ലാത്തവരാണ്, അവർക്ക് ബുദ്ധിയില്ലാത്തവരാണ്, അണ്ണാച്ചി എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുമായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും അല്ല. തമിഴ്നാടിൻ്റെ കൾച്ചർ നമുക്കറിയാം, അവർ എത്രയോ മുമ്പ് നിൽക്കുന്നവരാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി വരുന്ന ആൾക്കാരെ പിന്നെ ഒന്നിൽ പിന്നെ അവർക്ക് വിവരമില്ലാത്ത, പിന്നെ പണത്തിന് വേണ്ടി പോയി, ക്രിയേറ്റിവിറ്റി സൈഡില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു സോഷ്യൽ ശ്രേണിയിൽ വളരെ ഇൻഫീരിയർ ആയിട്ടുള്ള രീതിയിൽ അവരെ കാണാൻ കഴിയൂ എന്നുള്ളൊരു മനഃശാസ്ത്രം നമുക്കുണ്ടായിരുന്നു. ഈ ഗൾഫിൽ പോയിട്ട് വരുന്ന ആൾക്കാരെ ഒരു കൾച്ചറൽ ശ്രേണിയിൽ വളരെ കുറഞ്ഞ ആൾക്കാരാണെന്നുള്ളൊരു സമീപനം മലയാള സമൂഹത്തിനുണ്ടായിരുന്നു. ഒന്ന്, പലപ്പോഴും ഇവിടെ ഉള്ള സോഷ്യൽ സ്റ്റാറ്റസ് ഇവിടെ ഉള്ളവർക്ക് അത് ബാധിക്കുമോ എന്നുള്ളൊരു പ്രശ്നം. വെളിയിൽ പോയിട്ട് ഒരാൾ വന്ന് ഇവിടെ ഏറ്റവും നല്ല സ്ഥലങ്ങൾ വാങ്ങിക്കുന്നു, ഒരു പക്ഷേ അയാൾ ജാതി ശ്രേണിയിൽ മുകളിലുള്ള ആളായിരിക്കത്തില്ല, അപ്പോൾ അതുകൊണ്ട് അയാളെ മോശമാക്കുക. പിന്നെ ഒരു അസൂയയുടെ എലിമെൻറ്റ്, ഇങ്ങനെ പല ഘടകങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഈ പ്രാഞ്ചിയേട്ടൻ പ്രയോഗം. പിന്നെ ആ തരത്തിൽ പ്രാഞ്ചിയേട്ടന്മാരാണ് ലോകകേരള സഭയിൽ വന്നെന്നുള്ള ആക്ഷേപം. യഥാർത്ഥത്തിൽ എത്ര പുരോഗമനപരമായിട്ടുള്ളൊരു സമീപനമാണ് ഈ ലോകകേരള സഭ എന്ന് പറയുന്നത്. പിന്നെ കേരളം ലോകകേരളമായിട്ട് മാറി, ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും കേരളീയർ എത്തിപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കേരള സമൂഹം എന്ന് പറയുന്നത് അകത്തുള്ള കേരളം മാത്രമല്ല, കേരളം എന്ന് പറയുന്നത് മുഴുവൻ കേരളം, മൊത്തം കേരളം എന്ന് പറയുന്നത് കേരളത്തിന് പുറത്തുള്ളൊരു കേരളം കൂടെ ഉണ്ട്. അപ്പോൾ ഈ പുറത്തുള്ള കേരളവും അകത്തുള്ള കേരളവും കൂടെ ഒരുമിച്ച് നിൽക്കണം, അത് വലിയ ശക്തിയായി മാറണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാട്. അതിനുള്ള ഒരു മാധ്യമമാണ് യഥാർത്ഥത്തിൽ ലോകകേരള സഭ. ലോകകേരള സഭയിൽ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മന്ത്രിമാരും ഗവൺമെൻറ്റിൻ്റെ സെക്രട്ടറിമാരും എല്ലാം ലോകകേരളത്തെ കേൾക്കാൻ വന്നിരിക്കുന്നു. പ്രവാസികൾക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ളൊരു വേദി വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു തരത്തിൽ പ്രാതിനിധ്യത്തിനുള്ള ഒരു തുടക്കമാണ് ലോകകേരള സഭ എന്ന് പറയുന്നത്. അല്ലാതെ ഈ ലോകത്താകെയുള്ള കേരളീയരെ ഒന്നിപ്പിക്കാൻ വേറെ എന്ത് സംവിധാനമാണുള്ളത്? നമുക്ക് വേറെ ഈ സമുദായ സംഘടനകളുണ്ട്, കോളേജ് അസോസിയേഷൻസ് ഉണ്ട്. അതിനപ്പുറം കേരളത്തിലെ സെക്യുലറായിട്ടുള്ള ഏറ്റവും വലിയ വേദിയായിട്ടുള്ള ഗവൺമെൻറ് തന്നെ അതിന് മുൻകൈ എടുക്കുമ്പോൾ അതിനെ എല്ലാവരും സ്വാഗതം ചെയ്യേണ്ടതല്ല. അല്ലെ അതിനകത്ത് എന്തെങ്കിലും നടത്തിപ്പിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം. പക്ഷേ ഇതിനെ മൊത്തം അങ്ങ് തള്ളിക്കളയുന്ന വളരെ നെഗറ്റീവായിട്ടൊരു സമീപനം. അതിനെന്താ കാരണം എന്ന് വെച്ചാൽ അല്ലല്ലേ ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നുമല്ല അതിൻ്റെ ബേസിസ് ആണ്. ഇതിൻ്റെ ഫണ്ടമെൻ്റലായിട്ട് കേരളത്തിൻ്റെ ലൈഫിലെ ഇതിനെ മൊത്തം തച്ചുടച്ചത് ഫ്യൂഡലായിട്ടുള്ള കൊളോണിയലായിട്ടുള്ള ആശയലോകത്തെയും ഭരണ സംവിധാനത്തെയും തച്ചുടക്കാൻ വന്ന ഏക ഒരു സമൂഹം പ്രവാസികളാണ്. അവരാണ് കേരളത്തിലേക്ക് പൈസ കൊണ്ടുവന്നത്, അവരാണ് കേരളത്തെ മാറ്റിയത്. നിങ്ങളെ വസ്ത്രം മാറി, ഭക്ഷണം മാറി, കിടപ്പാടം മാറി, വിവാഹം മാറി, നിങ്ങളുടെ എല്ലാ ജീവിത വ്യവഹാര മേഖലകളിലും
വമ്പൻ വ്യതിയാനങ്ങൾ വരുത്തി. ആധുനികമായിട്ടുള്ള നിരവധി സംഭവങ്ങൾ നിങ്ങൾ പോയി പഠിച്ചിട്ട് ഇവിടെ കൊണ്ടുവരികയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ഇവിടെ കിടന്ന ജീർണിച്ച ആധുനികത, ഇവിടെ കിടന്ന് ദീർഘകാലമായിട്ട് നമ്മൾ പാടി പഴകിയ ഒരു ആധുനികത ഉണ്ട്. ആധുനികർ എന്ന് പറയുന്ന എഴുത്തുകാർ, ആധുനികർ എന്ന് പറയുന്ന മീഡിയ, ഇവരൊക്കെയാണ് ഇതിനെതിരായിട്ട് ജീർണിച്ച ഈ സാധനം എടുത്തിട്ടിട്ട് ഇവിടെ നിന്ന് ഫൈറ്റ് ചെയ്തത്. കാർഷിക മേഖല ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ്. പക്ഷേ കാർഷിക മേഖലയിൽ നിന്ന് വരുന്ന വരുമാനത്തെക്കാൾ കൂടുതലാണ് പ്രവാസത്തിൽ നിന്ന് വരുമാനം. അതുപോലെ തന്നെ നമ്മുടെ മാനുഫാക്ചറിങ് സെക്ടറിനേക്കാളും വലിയ കോൺട്രിബ്യൂഷനാണ് യഥാർത്ഥത്തിൽ പുറത്തുനിന്നുള്ള വരുമാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട മേഖലകളെക്കാൾ. അരിലാൽ കണക്കാക്കുന്ന അല്ലെങ്കിൽ പ്ലാനിംഗ് ബോർഡൊക്കെ കണക്കാക്കുന്ന വരുമാനം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് നിങ്ങൾ ബാങ്ക് വഴി വരുന്ന അല്ലേ ബാങ്ക് വഴി വരുന്നതല്ലേ നിങ്ങൾ കണക്കാക്കുന്ന വരുമാനമായിട്ടുള്ളത്? അത് മാത്രമല്ല മറ്റ് കാര്യങ്ങളുണ്ട്. ഏതാ ഒരു വ്യക്തി വരുമ്പോൾ അയാളുടെ കൂടെ വരുന്ന സാധനങ്ങൾ എത്രയെന്നറിയോ? വസ്ത്രമായിട്ട്, സ്വർണ്ണമായിട്ട്, വാച്ചായിട്ട്, പെർഫ്യൂമായിട്ട്, ഇങ്ങനെ നിരവധി സാധനങ്ങളായിട്ട്, ഹോം അപ്ലയൻസായിട്ട് ഇങ്ങനെ വരുന്ന ഒരു ഭീകരമായ സംഖ്യയുണ്ട്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ ഞാൻ പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ഡയറക്റ്റായിട്ട് എവിഡൻസ് ഉള്ള കൃത്യമായ പൈസ കണക്കുള്ള കാര്യത്തിൽ തന്നെ വളരെ കൂടുതലാണല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ രാജ്യം പ്രവാസികൾക്ക് എന്താണ് തിരിച്ചു നൽകുന്നത്? ഏറ്റവും കൂടുതൽ ഫോറിൻ എക്സ്ചേഞ്ച് കൊണ്ടുവരുന്ന ഒരു ജനവിഭാഗം എന്നുള്ള നിലയിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അതായത് കാരണം ഈ ഫോറിൻ എക്സ്ചേഞ്ച് അഡ്വാൻറ്റേജ് പൂർണ്ണമായിട്ടും പോകുന്ന രാജ്യത്തിന് മൊത്തമായിട്ടാണ്. അതിന് തിരിച്ച് ഒരു തരത്തിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ തിരിച്ചില്ല. പിന്നെ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് പരിമിതിയുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ ലോക കേരള സഭയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന അല്ലെ പ്രവാസി ഡിപ്പാർട്ട്മെൻറ്റ് വഴി ചെലവഴിക്കുന്ന പണം അനാവശ്യമാണ്, ധൂർത്താണെന്ന് പറയുന്നതിനേക്കാളും വലിയൊരു തെറ്റ് വേറില്ല. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാനല്ല, ഇത്രയും ഹ്യൂജ് 30% 35% ഇതിൻ്റെ നമ്മളെ വരുമാനത്തിൻ്റെ ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 0.5% കൊടുത്താൽ എന്താ കുഴപ്പമുള്ളത്? എത്ര വരും? ഇതിൻ്റെ 10 ഇരട്ടിയോ 20 ഇരട്ടിയോ വരും. അതിന് വേണ്ടിയിട്ടൊരു ഒരു സഭ ഉണ്ടാക്കുക, അവിടെ വർഷം തോറും അവർ സമൂഹം അതിനെ സീരിയസ് ആയിട്ട് എടുക്കുക. യഥാർത്ഥത്തിൽ വേണ്ടത് ലോക കേരള സഭ ഇത്രയും പോരാ, ഇതിനേക്കാളും കൂടുതൽ ചെയ്യണം, കൂടുതൽ ദിവസം മീറ്റ് ചെയ്യണം. പിന്നെ ഈ പുറത്തുള്ള കേരളത്തെ കൂടുതൽ ശക്തിയോടുകൂടി കൂടെ നിർത്തുന്നതിനുള്ള സംവിധാനം വേണം. നമ്മുടെ സംസ്കാരം നിലനിർത്താൻ, നമ്മുടെ ഭാഷ നിലനിർത്താൻ ഒക്കെ വേണം എന്നല്ലേ പുതിയ സമൂഹത്തിൽ ചർച്ച വരേണ്ടത്. പോരാ എന്നുള്ളൊരു ചർച്ച വരുന്നതിന് പകരം നെഗറ്റീവായിട്ടാണല്ലോ വന്നത്. പോരാ എന്നുള്ളൊരു ചർച്ച വരുന്നതിന് പകരം ഇതേ പാടില്ല എന്നുള്ളൊരു ചർച്ചയാണ്. ഇത് ഇവർ ധരിപ്പിച്ചതെന്താണെന്ന് വെച്ചാൽ, ഏറ്റവും വലിയ അപകടം എന്താണെന്ന് വെച്ചാൽ, ലോക കേരള സഭ പാലം ഉണ്ടാക്കാനാണെന്നും തോടുണ്ടാക്കാനാണെന്നും റോഡുണ്ടാക്കാനാണെന്ന് ഒരു വ്യാജ പ്രചരണം നടത്തുകയും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ പോകുന്ന ആളുകൾ പോലും അതാണ് എന്ന് ധരിക്കുന്ന ഒരവസ്ഥ വന്നു. ഇതിൻ്റെ ഫിലോസഫി അല്ല ഇത്. റോഡുണ്ടാക്കാനും പാലം ഉണ്ടാക്കാനും ഒന്നും ഉണ്ടാക്കിയതല്ലല്ലോ. നമ്മളിരുന്ന് നമ്മളെ നാട് എങ്ങോട്ട് പോകണം, നമ്മളെ അവസ്ഥ എന്താണ്, ഞങ്ങളെ അവസ്ഥ. നമ്മളൊന്ന് തിരിച്ചറിയേണ്ടത്, കേരളം എന്ന് പറയുന്നത് നമ്മുടെ ഭൗതിക അതിർത്തി ക്കകത്തുള്ളൊരു സംഭവം അല്ല. അത് പണ്ടായിരുന്നിരിക്കാം. അത് പണ്ടും അങ്ങനെ ആയിരുന്നില്ല യഥാർത്ഥത്തിൽ. അപ്പം കേരളം എന്ന് പറയുന്നത് ലോകത്തെല്ലാം ഉള്ള ഒരു സംഭവമാണ്. മലയാള ഭാഷ സംസാരിക്കുന്നതും മലയാളം ഇല്ലാത്ത കേരളീയരുണ്ടല്ലോ. പിന്നെ അപ്പോൾ ഈ ലോകരാജ്യങ്ങളിലെല്ലാം ചെന്ന് നമ്മുടെ സംസ്കാരത്തെ വളർത്തിക്കൊണ്ടിരിക്കുന്ന മലയാളികൾ, കേരളീയർ, അവരെല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്നതിനൊരു വേദി എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പം യഥാർത്ഥത്തിൽ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും ഇല്ലെങ്കിൽ കേരള സംസ്കാരം തന്നെ ഡിസ്ഇൻറ്റഗ്രേറ്റ് ചെയ്യപ്പെടും. ഇൻറ്റഗ്രേറ്റ് ചെയ്യാനല്ല, വളരെ ഇതായിട്ടുള്ള ഓർത്തഡോക്സ് ആയുള്ള വളരെ യാഥാസ്ഥികമായിട്ടുള്ളൊരു സമൂഹമായിട്ട് മാറുകയും അത് വളരെ ജീർണിച്ചിട്ട് പഴയ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു പുതിയ സാധനം ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. ഒരു അങ്ങനെ നിരാശ വിചാരിക്കേണ്ട കാര്യമില്ല. അതില്ല, അത് തകർക്കും. ലോകകേരള സഭയോട് ഇപ്പം ലോകകേരള സഭ മാത്രമല്ല, പ്രവാസികൾ തകർക്കും. അവർക്ക് അതിൻ്റെ ശക്തി ഉണ്ട്. ഇപ്പം നമ്മുടെ മാധ്യമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മാധ്യമങ്ങൾക്കെല്ലാം വിദേശത്ത് ലേഖകരുണ്ട്, വിദേശത്ത് അവരുടെ ബ്യൂറോകളുണ്ട്. അവർ പലതരത്തിലുള്ള പരിപാടികൾ നടത്തും.
അത് സംസ്ഥാന സർക്കാർ നടത്തുന്നതിലേ ഉള്ളൂ പ്രശ്നം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമുദായങ്ങൾക്കാവാം, മാധ്യമങ്ങൾക്കാവാം, കേരളത്തിലെ ഒരു സെക്കുലർ സംവിധാനമായിട്ടുള്ള കേരളത്തിൻ്റെ മൊത്തം സംവിധാനമായിട്ടുള്ള കേരള ഗവൺമെൻറ് ചെയ്യുമ്പോൾ എന്തോ ഒരു പന്തികേടുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു, പക്ഷെ അത് മാറി വരികയാണ് ഇപ്പോൾ ക്രമേണ. അത് ഒരു ഒരു മെയിൻ പങ്ക് പ്രവാസികൾക്ക് തന്നെ വേണ്ടത്. കാരണം പ്രവാസികളാണ് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പകയുണ്ടല്ലോ, പകണ്ട് ഇതിൻ്റെ ഉള്ളിൽ ആന്തരികമായിട്ട് കിടക്കുന്ന പ്രവാസി വിരുദ്ധമായിട്ടുള്ള പക അവരാണ് നള്ളിഫൈ ചെയ്യേണ്ടത്. അല്ല, നമ്മുടെ ഈ നാട്ടിലെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ പുറത്തു പോയവരല്ലേ, അവിടെ പോയി നിന്നു, ഇങ്ങോട്ട് വന്നൊരു കാര്യം പറയണ്ട എന്നുള്ളൊരു മനോഭാവം നാട്ടിലുള്ളവർക്കുണ്ടാവാം. അതെല്ലാവർക്കും അല്ല, ഒരു ചെറിയ ന്യൂനപക്ഷത്തിന് അങ്ങനൊരു വികാരം ഉണ്ടാവാം. പക്ഷേ അത് മാറ്റിയിട്ട് നമ്മളെല്ലാവരും, പുറത്തുള്ളവരും അകത്തുള്ളവരും എല്ലാം കൂടെ ഒരുമിച്ച് നിന്ന് മുന്നേറണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാവുകയും അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം. ലോകകേരള സഭയുടെ പരിമിതി പരിഹരിക്കണം. ലോകകേരള സഭയിൽ വരുന്ന ചർച്ചയൊക്കെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. ലക്ഷക്കണക്കിന് ഇൻവെസ്റ്റേഴ്സ്, നോട്ട് 1 or 2, ലക്ഷക്കണക്കിന് ഇൻവെസ്റ്റേഴ്സാണ് ഗൾഫ് രാജ്യങ്ങളിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് മലയാളികളായിട്ടുള്ളത്. വലിയ ഹ്യൂജ് ഇൻവെസ്റ്റേഴ്സ്. അവർ ഏതെല്ലാം തരത്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളത്, അവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. നൂതനമായിട്ടുള്ള നിരവധി ഇൻവെസ്റ്റേഴ്സ്, പുതിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇപ്പോൾ ഇവരെ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ചൊരു ആലോചന വേണ്ടേ? അല്ല, തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലുള്ള മൂലധന വളർച്ചയേക്കാൾ കൂടുതൽ വലിയ രീതിയിൽ മൂലധന രൂപീകരണവും വളർച്ചയും ഉണ്ടായിട്ടുള്ളത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് പുറത്താണ്. ഇപ്പോൾ ചെന്നൈ ആണെങ്കിലും മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും വലിയ രീതിയിലുള്ള മൂലധന വളർച്ച, സംരംഭകരുടെ വളർച്ച ഉണ്ടായിട്ടുണ്ട്. മലയാളികൾ സംരംഭകത്വം ഇല്ലാത്തവരാണെന്ന് പറയും, പക്ഷേ കേരളത്തിന് പുറത്ത് പോയിട്ടുള്ള ഒരുപാട് വലിയ സംരംഭകർ ഇപ്പം സൂചിപ്പിച്ചതുപോലെ ഉണ്ട്. അവർക്കൊക്കെ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനും താല്പര്യമുണ്ട്. നമുക്ക് അതിന് പറ്റിയ സാഹചര്യം ഒരുക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിനൂടെ സ്വീകാര്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊരു കണക്ക് ലോകകേരള സഭയ്ക്ക് എടുക്കാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴേ ഈ ആദ്യം ഞാൻ കുറേ പ്രസംഗങ്ങളും മലയാളത്തിലുള്ള ലേഖനങ്ങളൊക്കെ എഴുതിയെങ്കിലും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അക്കാഡമിക് പീസ് എഴുതിയത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് അഖിലുമായിട്ട് ചേർന്നുണ്ട്. അപ്പോൾ ആ പഠനത്തിന് വേണ്ടി ഞങ്ങൾ ഈ കാര്യം നമ്മൾ പരിശോധിച്ചിരുന്നു. ഈ പ്രധാനപ്പെട്ട ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ കേരളത്തെക്കുറിച്ച് നടക്കുന്ന ഗൗരവമായ ചർച്ചകൾ, ആ ചർച്ചകളിൽ ഈ സോഷ്യൽ മീഡിയ വഴി നമ്മുടെ വിദേശ മലയാളികളുടെ പങ്കാളിത്തം, അതിലൊക്കെ വിദേശ മലയാളികളുടെ പങ്കാളിത്തം അകത്തുള്ളവരെക്കാളും കൂടുതലാണ്. കേരളത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കുമ്പം നമ്മളകത്തുള്ളവരെക്കാളും ആവേശത്തോടു കൂടി ആത്മാർത്ഥതയോടുകൂടി അവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു. അതുപോലെ തന്നെ സംരംഭങ്ങൾ തുടങ്ങുന്ന കാര്യത്തിൽ, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള തയ്യാറുള്ള കാര്യത്തിലൊക്കെ തന്നെ പ്രവാസി സമൂഹത്തിൻ്റെ ഒരു സാന്നിധ്യം വളരെ വലുതാണ്. അതുപയോഗിക്കാൻ നമുക്ക് കഴിയണം. അതുപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്നുള്ള തിരിച്ചറിവ് മുമ്പോട്ട് പോകണം. ഈ തലമുറ മാത്രമല്ല, പ്രവാസ ലോകത്ത് പുതിയ തലമുറകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അവർക്ക് നമ്മുടെ ഭാഷ അറിയണം, നമ്മുടെ സംസ്കാരം അറിയണം. അപ്പോൾ അതിന് നിരന്തരമായിട്ട് നമ്മൾ പാലമുണ്ടാക്കിയേ പറ്റൂ. ഇപ്പോൾ സിനിമയാണെങ്കിലും മിമിക്രി കലാകാരന്മാരാണെങ്കിലും ഏത് രംഗത്തുള്ള കലാകാരന്മാരാണെങ്കിലും അവർക്ക് പുറത്ത് കിട്ടുന്ന വേദികൾ, പുറത്തുനിന്ന് ഉണ്ടാകുന്ന വരുമാനം എത്ര വലുതാണ്. നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി നിന്നത് പ്രവാസികളെ കൊണ്ടാണ്. അതെ, ഇപ്പം നിൽക്കുന്നത് അവരെ കൊണ്ട്. കഥകളി മുതൽ മിക്കവാറും എല്ലാ കലാരൂപങ്ങളും അത് പുറത്തുള്ളൊരു മാർക്കറ്റ് എന്ന് പറയുന്നത്, മലയാളികളുടെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എത്ര വലുതാണ്. അങ്ങനൊരു തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ഈ നോർക്ക ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ലോകകേരള സഭയുടെ പുറകിലുള്ളത്. അത് കുറച്ചുകൂടെ ഗൗരവമായിട്ട് കേരള സമൂഹം, നമ്മുടെ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കൊരുപാട് ദൂരം സഞ്ചരിക്കാൻ പറ്റും. മാത്രമല്ല ഈ ആധുനികതയെ, നിലനിൽക്കുന്ന ആധുനികതയെ തകർത്തുകൊണ്ടല്ലാതെ, അതായത് ജീർണിച്ച് കഴിഞ്ഞിരിക്കുന്നത്, അതിന് ഇനി ഒരു എസ്കേപ്പിംഗ് പോയിൻ്റ് ഇല്ല. അതിനെ കൊല്ലിയേ നിവൃത്തിയുള്ളൂ ആ ആധുനികതയെ. അതിന് പകരം വളരെ വിശാലമായ ലോകത്തെമ്പാടും വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഒരു കേരളമായിരിക്കണം നമ്മളുടെ ലക്ഷ്യം എന്നാണ്. വിശ്വകേരളം തന്നെ, ലോകകേരളം തന്നെയാണ്. ലോകകേരളം തന്നെയാണ്, അല്ലാതെ കേരളത്തിനകത്തുള്ള കേരളം മാത്രമല്ല. അല്ല, അതാണ്
എന്നാണ് അത് അതിനോട് യോജിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ യോജിപ്പോട് കൂടിയിട്ട് നമ്മളെ ഈ സംഭാഷണം ചെറിയ സംഭാഷണം അവസാനിപ്പിക്കുക. ഇനിയും തുടരാം, ഇനിയും വിളിക്കും റഫീഖ് നമ്മളെ. ഓക്കെ, താങ്ക് യു. നമസ്കാരം.